ഈ ഒരു സമ്മാന ഡാൻസോട് കൂടി നമുക്ക് ആരംഭിക്കാം. ഈ പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ മാന്യ മെമ്പറായ അമുദ ശ്രീകാന്തിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതിഗംഭീരമായ തുടക്കത്തോടുകൂടി ഇന്നത്തെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വർഷം എല്ലാവർക്കും അടിപൊളി ഒരു വർഷമാവട്ടെ. സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ എല്ലാവരുടെയും ആഗ്രഹ സാഫല്യത്തിന്റെയും എല്ലാവരുടെയും നല്ല പ്രതീക്ഷകളും ഒക്കെ നടന്നു കിട്ടുന്ന ഒരു നല്ലൊരു വർഷമായി ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ തറവാട് കുടുംബ കൂട്ടായ്മയുടെ ഈ ക്രിസ്മസ് പുതുവത്സര പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യാണ്. എനിക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറയാനുണ്ട്. എന്നെ വിശ്വസിച്ച് ഒരു കർത്തവ്യം ഏൽപ്പിച്ച കേരളത്തിനോട് ഞാൻ ആദ്യം തന്നെ എന്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഹോസ്റ്റ് ഇതുപോലൊരു പരിപാടി ഞാൻ ഹോസ്റ്റ് ചെയ്യണം. അപ്പൊ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങൾ വരും, ക്ഷമിക്കുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയുടെ ഒഫീഷ്യൽ ചടങ്ങിലേക്ക് കടക്കാം. അപ്പൊ അതിനായി ഞാൻ KNSനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. KNS കാര്യദർശി സോമശേഖർ, ഖജാൻജി പ്രഭകുമാർ, കലാകാര്യദർശി രാജേഷ് കോഴിക്കോട്, പൊതുസമ്പർക്കദർശി രാജേഷ് പണിക്കർ. പിന്നെ അതുപോലെ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട നിസ്താർക്ക വെക്കേഷനായിട്ട് നാട്ടിലാണ്. ഇന്നിവിടെ ഈ ഒരു അവസരത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് അതിലധികമായ ദുഃഖമുണ്ട്. അപ്പൊ എല്ലാവരോടും ഇന്ന് ആശംസകൾ അറിയിക്കാൻ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മൈക്ക് കൈമാറണേ. വളരെ നന്നാവുന്നുണ്ട്. പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട് നന്നായിട്ടുണ്ട്. ഓക്കെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ KNSന് അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ചെറിയ ചെറിയ കാര്യത്തിലൂടെ പതുക്കെ മുന്നോട്ട് പോകാം. കുറച്ച് കഴിയുമ്പോൾ പ്രോഗ്രാം നല്ല പീക്കിലേക്ക് എത്തും. നമുക്ക് ചെറിയ ചെറിയ സന്ദേശങ്ങളൊക്കെ പരസ്പരം കൈമാറാം. ക്രിസ്മസ് പാപ്പയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അരങ്ങേറ്റം അമുദയുടെ ഗംഭീരമായി ഇരിക്കുന്നെങ്കിൽ ഇരിക്കാം. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വന്തം വയറ് മാത്രം നിറയ്ക്കുന്നവൻ ഒരിക്കലും ഈശ്വര വിശ്വാസിയായിരിക്കില്ല. നമ്മുടെ കൗമാരക്കാർ, നമുക്കറിയാം, നമ്മുടെ കൗമാരക്കാർ ഭീതിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വാർത്തകൾ നിരന്തരം പത്രക്കെട്ടുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഹിംസയുടെയും സ്വയം ഭക്തിയുടെയും ഒക്കെയുള്ള വാർത്തകൾ നിരന്തരം തലക്കെട്ടുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കരുണയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അന്യന്റെ നോവ് നമ്മുടെ വേദനയായി മാറണം. വെറുപ്പ് എപ്പോഴും ദുർഗന്ധം മാത്രം വഹിക്കുന്ന ഒരു ശ്മശാനവും അനുതാപവും അപരസ്നേഹവും ഒക്കെ എപ്പോഴും സുഗന്ധം മാത്രം പൊഴിക്കുന്ന ഒരു ഉദ്യാനവുമാണെന്ന് നമ്മോട് പറഞ്ഞത് പ്രശസ്ത എഴുത്തുകാരനായ ഷഹാബുദ്ദീൻ എഴുത്തുകാരനാണ്. അന്യന്റെ വേദനകൾ തീർച്ചയായിട്ടും നമ്മൾ കാണണം. എല്ലാ തറവാട് കുടുംബ കൂട്ടായ്മയിലെ അംഗങ്ങൾക്കും
നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു ദേവാലയം മനുഷ്യന്റെ ഹൃദയമാണെന്ന് നമ്മൾ പല സ്ഥലത്തും വായിച്ചു കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട് പലതവണ. അന്യന്റെ വേദനകൾ കാണുകയും അവരുടെ മനസ്സിൽ ഒരു ചെറിയ പൊട്ടായി, ഒരു ചെറിയ വെളിച്ചമായി, മിന്നാമിനിങ്ങിന്റെ നുറുമുട്ടം എന്ന് പറയാറില്ലേ, അതുപോലെ ചെറിയൊരു വെളിച്ചമായി നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ മാറ്റത്തിന് സാധിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് താരകമായിട്ട് മാറുന്നത്. അങ്ങനെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മള് താരകങ്ങൾ, അതായത് നക്ഷത്രങ്ങളെ കൊണ്ട് നമ്മൾ അലങ്കാരങ്ങൾ തീർക്കാറുണ്ട്. പക്ഷേ ഒരു താരകം ഉദിച്ചുയരുന്നത് ഇരുട്ടിലാണ്. ഈ ഇരുട്ടിൽ നിന്ന് നമുക്ക് കരകയറണം. പരസ്പര സഹായവും സഹകരണവും, അതുപോലെ പരസ്പര സ്നേഹവും വിശ്വാസവും എല്ലാവരിലും വളരാൻ, അനുതാപവും സഹോദര സ്നേഹമൊക്കെ തറവാട്ടിലെ എല്ലാ മെമ്പർമാർക്കും ഉണ്ടാവട്ടെ എന്ന് വിനീതമായിട്ട് ആശംസിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇത്തവണ ഈ പ്രോഗ്രാം ഇന്ന് ഇതിന്റെ തറവാടിന്റെ ഈ ചടങ്ങിലേക്ക് വേണ്ടിയിട്ട്, അതായത് കളിവീട് അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ പേരെടുത്ത് പറയാൻ നിർവാഹമില്ല. ആദ്യമായിട്ട് പ്രശാന്ത് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ പ്രശാന്ത്, രാജീവൻ, സന്തോഷ്, രമേഷ് മാലി, അഖിൽ, ബൈജു, ഗോവൻ, നന്ദു, ബിജു രാജൻ, ശ്രീകാന്ത്, ദീപു, ശ്രീലേഷ്, ഷെറിൻ, ജോസഫ്, ഇവരൊക്കെ നമ്മുടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 12:30 ഒരു മണിയോടുകൂടിയാണ് KNS ഇവിടെ നിന്ന് പോയത്. ഇവർക്കെല്ലാവർക്കും KNS തറവാടിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ പല സ്ഥലത്തും വായിച്ചു കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് ഓടിയെത്തണമെങ്കിൽ ഒറ്റക്ക് ഓടണം, ഒരുപാട് കാര്യങ്ങൾ നേടി ഓടിയെത്തണമെങ്കിൽ ഒരുമിച്ച് ഓടണമെന്ന്. ആൾക്കാർ പോരാ. ഈ നന്ദി പ്രകടനം വെറുമൊരു ചടങ്ങല്ല. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ അഴിച്ചു മാറ്റാനും നിങ്ങളുടെ സാന്നിധ്യം സഹകരണം ആവശ്യമുണ്ട്. അത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ശേഷം ഔദ്യോഗികമായിട്ട് വാട്സാപ്പിൽ നന്ദി അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസ അർപ്പിക്കുകയാണ്. അതിനുശേഷം ഈ മൈക്ക് നമ്മുടെ ഖജാൻജിക്ക് കൈമാറി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. നന്മയുടെ സ്നേഹത്തിൻ്റെ ആഘോഷമായ ക്രിസ്മസ് എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സോമം പറഞ്ഞു കഴിഞ്ഞു. റെന്റിന്റെ കാര്യം എന്തൊക്കെ നിങ്ങളെല്ലാം അറിഞ്ഞു തരിക. ഈ സന്തോഷത്തിൽ നമ്മളിപ്പോൾ റെന്റിനെ കുറിച്ച് ചോദിച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ ക്രിസ്മസിന്റെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം ഉണ്ടാക്കിയത് ഏറ്റവും ഉയരത്തിൽ കെട്ടി തൂക്കുക, അത് കണ്ട് സന്തോഷിക്കുക, അതൊക്കെയായിരുന്നു നമ്മുടെ ഇത്. എന്ന് പറഞ്ഞാൽ കൊച്ചിലെ നമ്മൾ ഫ്രണ്ട്സുകളങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയ ഫ്രണ്ട്സുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിച്ച ഒരു പള്ളിയെ പറ്റി ഒരു അബദ്ധത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ജോസഫിന്റെ മോളുടെ കല്യാണത്തിന്, സാന്തുവിന്റെ കല്യാണത്തിന് എനിക്ക് പറ്റിയൊരു അബദ്ധം. എനിക്ക് പറ്റിയല്ല, എൻ്റെ ഒരു ഗ്രൂപ്പിന് പറ്റിയൊരു അബദ്ധം പറ്റിയതാണ്. കാരണം വെച്ചാൽ അന്ന് കുർബാനയെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് കുർബാനയെ കഴിഞ്ഞിട്ട് മറ്റേ അപ്പം കൊണ്ട് വന്നിട്ട് എല്ലാവർക്കും കൊടുക്കുമല്ലോ. കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട് ഇരുന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് ഞാനും അനുചത്തിക്കാടും പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ എണീച്ച് എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊണ്ട് വച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തിരിഞ്ഞൊരൊറ്റ ഓട്ടം. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നേരം. ഇങ്ങോട്ട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജോസഫിനോട് പുറത്ത് വെച്ചാൽ അച്ഛനെ ഒറ്റയ്ക്ക് കിട്ടിയില്ല. അച്ഛനെ കണ്ടിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അരമണിക്ക് അത് കയറി പോയ കാരണം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ പുറത്ത് വെച്ചിട്ട് ജോസഫിനോട് പറഞ്ഞപ്പോൾ ജോസഫ് ഭയങ്കരമായിട്ട് എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത്, ഇത് ആദ്യം നിങ്ങൾ മാവോസ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് കുർബാനയൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശേഷം ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നീട് അതില് എന്റെ മുഖത്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ചന്ദനം തൊട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഓടിയത്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഒരു നല്ലൊരു മേരി ക്രിസ്മസ് ആൻഡ് നല്ലൊരു പുതുവർഷ ആശംസ. നല്ലൊരു ഇയർ ആയിരിക്കട്ടെ 2026.
ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകാം, സന്തോഷത്തോടെ മുമ്പോട്ട് പോകാം. ഇനിയും നമ്മുടെ പ്രോഗ്രാമുകൾ മുമ്പോട്ട് വരുന്നുണ്ട്, എല്ലാവരും സഹകരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ പൊതുസമ്പർക്കദർശി രാജേഷ് ആശംസകൾ അറിയിക്കുന്നതായി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹൃദയംഗമായ ഒരു ക്രിസ്മസ് ആശംസകൾ, ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. തറവാട് കുടുംബ കൂട്ടായ്മ റിയാദ് ഒരുമയുടെ സാക്ഷാത്കാരം ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം 19ാമത്തെയാണ് തോന്നുന്നു, 18ാമത്തെയോ 19ാമത്തെയോ ക്രിസ്മസ് ന്യൂ ഇയർ ആണിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എത്തിച്ചേർന്ന എല്ലാ മെമ്പേഴ്സിനും, ഒരുപാട് പേര് നാട്ടിലുണ്ട്, വേറെ കുറേ കാര്യങ്ങളായിട്ട് ഇന്ന് വരാൻ പറ്റാത്തവരുണ്ട്. അവരൊക്കെ അവരുടെ ഐക്യദാർഢ്യം ഈ ഒരു പ്രോഗ്രാമിന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ മിസ്സായിട്ടുള്ളത് നമ്മുടെ നിസ്താർക്ക് തന്നെയാണ്. നിസ്താർക്ക് പോകാതിരിക്കാൻ പറ്റാത്തൊരു ചടങ്ങാണ്. ഇന്ന് രാവിലെയും വിളിച്ചിട്ട് നിസ്താർക്കിനെ പറ്റി പ്രത്യേകിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിസ്താർക്ക് ഇവിടെ ഉണ്ടാവുന്ന സമയത്തുള്ള ഒരു വൈബ്. അപ്പോൾ എല്ലാവരോടും ആശംസകൾ നമ്മുടെ കാരണവർ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് കുറേ എന്താണ് ക്രിസ്മസിന് പ്രോഗ്രാമിന് എന്താണ് ഞാൻ പറയുക എന്നുള്ളൊരു കാര്യം കുറേ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സന്ദേശം ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് കൊടുക്കണം, അത് പറയണം എന്നുള്ള ഒരു ചിന്ത കുറേ ദിവസമായി വന്ന സമയത്ത് ഇപ്പം എൻ്റെ മനസ്സിൽ ഒരു പഴയൊരു കഥ ഓർമ്മ വരും. ഞാനത് പറയാം, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഏകദേശം നമ്മൾ നേരെ വൈകിട്ടുണ്ട്. ചെറിയ അമേരിക്കയിലെ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന ഒരു ബ്രിഡ്ജിന്റെ പണി തുടങ്ങാൻ പോവുകയാണ്. ഒരുപാട് ഹൈറ്റിലുള്ള ഒരു മലനിരകളിലാണ് ഈ ഒരു പാലം നിർമ്മിക്കേണ്ടത്. തീർത്തും താഴേക്ക് ഒരുപാട് താഴ്ചയിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒഴുക്ക് വരുന്നുണ്ട്, വെള്ളം വരുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആത്മഹത്യകൾ ഒരു പക്ഷേ നമ്മളുടെ വിപരീത ഫലം ചെയ്തേക്കാം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു മുന്നിൽ വന്ന ഒരു ചിന്ത. അപ്പോൾ ആദ്യം തന്നെ ഇവരെന്താ ചെയ്തത്, ഇതിന്റെ ഡിസൈനേഴ്സിനെയും എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ആദ്യം ഈ ഒരു കാര്യമാണ് ഗവൺമെന്റ് ഇവരെ മുന്നിൽ വെച്ചത്. അതിവിദഗ്ധമായിട്ട് ഇവരെ ഡിസൈൻ ചെയ്തു. അങ്ങനെ ഈ ഗോൾഡൻ ഗേറ്റ് എന്ന ഈ ഒരു പാലം നിർമ്മിച്ചു, ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. പക്ഷേ ഇവരെന്താണോ അതിന്റെ പിന്നിൽ ആഗ്രഹിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫലമായിരുന്നു ആ ഒരു ബ്രിഡ്ജ് നേരിട്ടത്. പല നാട്ടിൽ നിന്നും പലരും ആത്മഹത്യക്കായിട്ട് ഈ ഒരു ബ്രിഡ്ജ് തിരഞ്ഞെടുത്തു. തീർത്തും എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ കൈവരിയിൽ നിന്നും താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ താഴെ ഈ ഒരു നദിയിലെത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ ആള് മരിച്ചു പോകുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഇതൊരു വലിയ വിഷയമായി മാസത്തിൽ 1-2 ആത്മഹത്യകൾ വന്നു. ഇതൊരു വിഷയമായ സമയത്ത് രണ്ടാമത് ഒരു മീറ്റിംഗ് വെച്ചു, പറഞ്ഞു 2 സൈഡിലും ഇത് പോലീസ് പെട്രോളിംഗ് വെക്കാന്ന് വെച്ചു. അങ്ങനെ ഈ ഒരു പാലത്തിന്റെ 2 സൈഡിലും പോലീസ് പെട്രോളിംഗ് വെച്ചു. എല്ലാ ദിവസത്തേത് പോലെ ഇവർക്ക് ഈ ഒരു സുപ്രഭാതം അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഇതിന്റെ ഒരു സാധാരണ കുറെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആത്മഹത്യകൾ കുറഞ്ഞു തുടങ്ങിയ സമയത്ത് ഒരു സുന്ദരിയായ യുവതി ഈ ഒരു പാലത്തിന്റെ കൈവരിയിലേക്ക് നടന്നു നീങ്ങാണ്. അപ്പോ അന്ന് ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള പോലീസുകാരൻ ഈ സ്ത്രീയെ കാണുകയും ഈ സ്ത്രീയുടെ പിന്നാലെ നടന്നു നീങ്ങി. തീർത്തും നിരാശാജനകമായിട്ട് നടന്നു പോകുന്ന ആ സ്ത്രീയെ കണ്ട സമയത്ത് ഇയാളുടെ മനസ്സിലാകെ എന്തിനാണ് ഇവിടെ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. പക്ഷേ ഇവർക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആത്മഹത്യക്ക് ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അവരോട് അരുത് എന്ന് പറയരുത്, കൂടെ നിൽക്കുക, കൂടെ ചേർത്ത് നിർത്തുക, പതുക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇവർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ജെഫ്രി ഇയാൾ ആ യുവതിയുടെ പിന്നാലെ പോകുന്ന സമയത്ത് ആ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഒരുപാട് വെറുപ്പോട് കൂടി നീലച്ച കണ്ണുമായി കവിളുകളൊക്കെ തൊടുത്ത് ചുകന്ന് അന്നത്തെ ആ കാറ്റില് അവളുടെ മുടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ചഞ്ചലമായി പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ഇയാൾക്ക് ഇവളോട് പറയണമെന്നുണ്ട്, നീ എന്തിനാ പക്ഷെ എന്തു പറയുന്നറിയില്ല. ഇയാളുടെ അടുത്ത് വരുന്നതോടൊപ്പം തന്നെ ഇവള് തിരിഞ്ഞു നിന്നിട്ട് ലോകത്തോടുള്ള മൊത്തം വെറുപ്പ് ഇയാളുടെ മുഖത്തേക്ക് കാണിക്കുന്നുണ്ട്.
അങ്ങനെ ഈ സ്ത്രീ ആ പാലത്തിൻ്റെ കൈവരിയിലേക്ക് എത്തിയ സമയത്ത് അയാൾ വളരെയധികം പരിഭവത്തോടു കൂടി വളരെയധികം സ്നേഹത്തോടു കൂടി ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇതിന് മുതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ വളരെ വെറുപ്പോടു കൂടി അയാൾ ഒന്നുകൂടി നോക്കി. അപ്പോൾ അയാൾ ഒന്നുകൂടി ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവളുടെ മുഖത്ത് ഒരു നേരിയ ഒരു പ്രത്യാശയിൽ നിന്നും ഇവള് ചോദിച്ചത്, നിനക്ക് എന്താണ് തരാൻ പറ്റുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇയാൾ തീർത്തും ശങ്കയില്ലാതെ അവളോട് പറഞ്ഞു, നിനക്കൊരു നല്ല ചുംബനം തരാമോ. പ്രത്യാശയുടെ, പരിലാളനയുടെ, ചേർത്ത് നിർത്തലിന്റെ, പറച്ചിലിന്റെ, സ്നേഹത്തിന്റെ എല്ലാം അർത്ഥം വരുന്ന ആ ഒരു ചുംബനം. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഈ ഒരു കഥ എൻ്റെ ഒരു സ്നേഹിതൻ എഴുതുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം പ്രശംസ കിട്ടിയ ഒരു കഥയാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്, പറയാൻ ശ്രമിക്കുക, കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും നമ്മുടെ കുടുംബമാണ്. പറയലുകൾ കേൾക്കുക, അതുപോലെ തന്നെ എന്താണോ പറയാനുള്ളത് നമുക്ക് കേൾക്കാനും, അത് ഭാര്യയും ഭർത്താവായാലും തിരക്കില്ല, കുട്ടികളും അച്ഛനും ആയാലും തിരക്കില്ല, അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ നമ്മൾ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക. എല്ലാവർക്കും ഈ ഒരു വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർത്തും നമ്മൾക്ക് അമുദയെ രണ്ടാമതും സ്റ്റേജിലേക്ക് വരുത്താം. എന്നിട്ട് നമ്മൾക്ക് പതുക്കെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് നീങ്ങാം. ഓക്കെ. താങ്ക് യു KNS. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. അതിനായി ഞാൻ ഇവയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സകലേശനങ്ങളെ രക്ഷിക്കയെന്നും മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സർഗങ്ങൾ കണ്ണീരോ